അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാണ് പറയണത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. ഞാനൊരു ഷോപ്പിൽ പ്രൊമോഷന് കയറിയിരിക്കുകയാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. പിന്നെന്താ, എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എന്നെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്, ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ് കണ്ടത്. ഇതൊക്കെ കടിച്ച പാടാണ്. ഇതെന്നെ കടിച്ച് മൊബൈലിൻ്റെ ഇത് വെച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ അല്ല, ഇത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ, ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്.